ബോസ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണ റാപ്പപ്പ് വീഡിയോ തന്നെ. പക്ഷെ സമയവും സാഹചര്യവും ഒത്തു വരാത്തോണ്ടിട്ടാണ് ലേറ്റ് ആയി പോയത്. പക്ഷെ കറക്റ്റ് ഇപ്പൊ 30 തന്നെ ഒരു അരമണിക്കൂർ നമുക്ക് രാവിലെ കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്തളഞ്ഞേക്കാന്ന് ചോദിച്ചു. അപ്പൊ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അതിന് ഭാവി തന്നെ ചരിത്രം പഠിക്കണ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. കാരണം ഇനിയിപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ മനുഷ്യന്മാരുടെ ഇതൊക്കെ എങ്ങനെയാവും അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇപ്പത്തെ ഒരു പരിപാടി ഡോക്യുമെന്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തത്. അപ്പോ ഈ കൊല്ലം ഭയങ്കര അടിപൊളി. ഏറ്റവും എനിക്ക് ഇത്ര നാളില് നല്ലൊരു കലക്കൻ സ്റ്റാർട്ട് കിട്ടിയത് ഈ കൊല്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എല്ലാ കൊല്ലവും ഞാനിങ്ങനെ വിചാരിക്കും, ഫസ്റ്റ് ന്യൂ ഇയർ വിഷ് ചെയ്യുന്ന ആൾ ഞാൻ എപ്പോഴും ഓർത്തേക്ക് ആ കൊല്ലത്തില് മറ്റേ തുറുപ്പുകുലാരൊക്കെ പോലെ. അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് എന്നെ ഫസ്റ്റ് ന്യൂ ഇയർ വിഷ് ചെയ്ത് ഒരു ചെറിയ കൊച്ചാണ്. കാരണം ഞാൻ ഇവിടെ പരേഡിലും പരേഡിലല്ല വെളിയിൽ പപ്പായനെ കത്തിക്കണ കണ്ട് അത് കഴിഞ്ഞ് പയ്യെ നമ്മ ക്യൂൻസയിലേക്ക് പോയായിരുന്നു. ക്യൂൻസിൽ വന്നപ്പോ ചെറിയൊരു കുഞ്ഞിക്കുഴിച്ച് ഭയങ്കര ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടി, ഒരു പെൺകുട്ടി. അപ്പൊ അവരവിടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി അവിടെ കേക്ക് കുറിച്ചിട്ട് ഒരു കേക്ക് എടുത്ത് വായിൽ വെച്ച് തന്നിട്ട് അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ കൊല്ലത്തെ ഫസ്റ്റ് ന്യൂ ഇയർ വിഷ്. പിന്നെ നമ്മുടെ അവിടുത്തെ ഇക്കടെ അവിടെ നിന്ന് ഒരു ചായ, മലബാർ രുചി അടിപൊളി ചായയുടെ പുള്ളി ചിരിച്ചോണ്ടാണ് ചായ കൊടുക്കുന്നത്. അതാണ് പുള്ളിയുടെ ചായയുടെ പ്രത്യേകത. അപ്പോ അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു കിടിലൻ സ്റ്റാർട്ട് കിട്ടിയ കൊല്ലമായിരുന്നു 2025. പിന്നെ 2025 ബിസിനസ് വൈസ് നോക്കാന്നുണ്ടെങ്കിലും നമ്മുടെ റാസ്ബിയുടെ ഫസ്റ്റത്തെ ഒരു എക്സ്പോ നമുക്ക് കിട്ടിയത് നമ്മുടെ സെന്റ് റീസാസിലാണ്. അപ്പൊ തന്നെ അവൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ സെന്റ് റീസാസിൽ അവിടെ ഒരു ചെറിയൊരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു, എന്താ മാക്സിന്റെ ഇവന്റ്. അപ്പൊ ആ ഒരു ഇവന്റിൽ നമ്മൾ ചെറിയൊരു എക്സ്പോ പോലേക്ക് ഇട്ട്. പക്ഷെ അത് വലിയ സെയിൽ കാര്യങ്ങൾ ഉണ്ടായില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ബ്രാൻഡ് അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ട ഒരു എക്സ്പോ ആയിരുന്നു അത്. പിന്നെ നമുക്ക് ജാനുവരിയിലെ ഓർമ്മകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ജാനുവരി നമ്മ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് മൂന്നാർ വരെ ട്രിപ്പൊക്കെ പോയായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് നമ്മ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു ട്രിപ്പ് പോണത്. അപ്പോൾ അത് ജാനുവരിയില് നല്ല സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മ ജാനുവരി 26-ാം തീയതി ആയിരുന്നു നമ്മുടെ റാസ്ബിയുടെ 1 ഇയർ. അത് നമ്മ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്ത്. അന്ന് കോഴിക്കോട് ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ആയിരുന്നു. പക്ഷെ നല്ല രീതിയിൽ തന്നെ അതൊരു 1 ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം നമ്മ ഒരുപാട് ഡൗൺ പോയിന്റ്സ് വരാൻ നേരത്ത് ആഹ് ഇങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മ പിന്നെ അതിൽ നിന്ന് കയറി വരും. അങ്ങനെ ഡൗൺഫാള് കയറി വരലിന്റെ ഒരു വർഷമായിരുന്നു നമ്മുടെ റാസ്പിയില്. അപ്പോ അങ്ങനെ വെച്ച് നോക്കായിരുന്നു ഭയങ്കര ബെറ്റർ ആയിരുന്നു. ജാനുവരിയിൽ അത് 1 ഇയർ സെലിബ്രേറ്റ് ചെയ്ത് നമ്മ ഒന്നുമില്ലായ്മയെന്ന് വന്നിട്ട് ഒരു ബ്രാൻഡ് ഒരു 1 ഇയർ ആകുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാല് അത് ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജാനുവരിയിൽ വേറെ അങ്ങനെ പറയത്തക്ക വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഉള്ളത് ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 15-ാം തീയതി കുറച്ച് വ്യത്യസ്തമായ ആ, ഒരു പരിപാടി നടന്ന ദിവസമായിരുന്നു. അന്നായിരുന്നു മറ്റേ സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺക്ലേവ്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ മലപ്പുറത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നമുക്കൊരു ചെറിയൊരു ഈ ഇൻവെസ്റ്റേഴ്സിനെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പേര് നമ്മൾ ഷാർക്ക് ടാങ്ക് ഒക്കെ പോലെ. അപ്പൊ അതിന് പോയപ്പോ എനിക്ക് ആകെ ഒരു മിനിറ്റ് ആയിരുന്നു അനുവദിച്ച് കിട്ടിയത്. ഞാൻ അന്ന് പെട്ടെന്ന് ആ ഒരു പ്രോഗ്രാം അനുസരിച്ച് ഞാൻ പിന്നെ ഇവിടെ നേരെ ബൈക്ക് എടുത്തിട്ട് ജെറ്റ് അടിച്ച് അങ്ങോട്ട് പോയതാണ്. മലപ്പുറം വരെ ഒറ്റ സ്ട്രെച്ചിൽ വണ്ടിയൊക്കെ ഓടിച്ച് പോയതാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാല് 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റിൽ എന്ത് പറയണം, ആൾക്കാരെ ഒന്ന് ഹുക്ക് ചെയ്യിക്കണം. ആൾക്കാര് ആ 1 മിനിറ്റിൽ നമ്മളെ ബ്രാൻഡ് മറക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ സ്ഥിതി ഞാൻ ആ സ്റ്റേജ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് ആൾക്കാരെ മറ്റേ കുറച്ചതൊക്കെ പറഞ്ഞ് എന്തായാലും ഈ മണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ആൾക്കാർ ഒരുപാട് പേര് കളിയാക്കി അതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ടൈം വിളിച്ചിട്ട് ഉള്ളിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ച്. കാരണം ഒരു നല്ലൊരു വേദി കിട്ടിയിട്ട് ഞാൻ എന്റെ കുറച്ച് മണ്ടത്തരങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ഫീൽ ചെയ്തപ്പോ എനിക്ക് പിന്നെ അവിടെ നിൽക്കാനൊരു
ബുദ്ധിമുട്ട്. ഒരു ദിവസം കൂടി ആ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ കഴിഞ്ഞ കൊല്ലം അവിടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സും പിന്നെ കുറച്ച് പുതിയ നല്ല ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള വേദികളിൽ നമുക്ക് ഒരേ വൈബുള്ള കുറച്ച് പേരെ കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ അവിടുന്ന് ആ ഒരു ഫ്രണ്ട് കുറച്ച് പേര് പറഞ്ഞു നിക്ക് നാളെ റൂം എടുക്കാൻ നമുക്ക് നാളെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര ഒരു ഗിൽറ്റി അടിച്ച് ഞാനൊരു മൂഡില് അങ്ങോട്ട് കൊച്ചിയിലേക്ക് വന്നു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പാർട്ട്ണറിലും എന്റെ ക്ലാസ്മേറ്റും ബെസ്റ്റ് ഫ്രണ്ട് അരുൺ സുരേന്ദ്രൻ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടിട്ട് അവനിക്ക് വർക്ക് അവനാണെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് സ്കൂൾ ഗ്രൂപ്പിലൊക്കെ കോളേജ് ഗ്രൂപ്പിലൊക്കെ എടുത്തിട്ട് കോളേജ് ഗ്രൂപ്പിൽ ഇട്ടപ്പോ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും അറിഞ്ഞു കുറെ പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ആയിരുന്നില്ല. എല്ലാവർക്കും അത് ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര റിഗ്രറ്റും ഗിൽറ്റിയൊക്കെ അടിച്ച് നിൽക്കുന്ന ടൈമിലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഏറ്റെടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ ഇപ്പൊ ചിലപ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇടക്ക് കൊച്ചി മട്ടാഞ്ചേരി സ്ലാങ് ഒക്കെ കയറി വരും. അപ്പൊ ചിലവർക്ക് അത് അരോചകമാണ്, പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മ ഒതന്റിക് ആയിട്ട് കുറച്ചൊരിക്കൽ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലിട്ട് ഇൻസ്റ്റഗ്രാമിൽ വൺ റീച്ചായി. ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് അയച്ച് എന്നെ പോലുള്ള എന്റെ സ്റ്റേജ് കഴിഞ്ഞ് നല്ല സക്സസിലേക്ക് വന്ന ആൾക്കാര്, പിന്നെ കുറച്ച് പേര് ഫെയിലായി പോയ ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അങ്ങനെ ഒരു കുറച്ചധികം ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി, കുറച്ചധികം ഓർഡേഴ്സ് കിട്ടി, കുറച്ചധികം കണക്ഷൻസ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ അന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ അവിടുന്ന് മലപ്പുറത്ത് നിന്ന് കൊച്ചി വരെ ബൈക്ക് ഓടിച്ച് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു ഇമ്പാക്ട് കിട്ടിയപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതാണ് എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഓർമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിജിറ്റൽ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ വേണ്ട അങ്ങനെ നല്ല വേറെ അധികം ബിഗ് ഇവന്റ്സ് ആൻഡ് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മ നേരെ മാർച്ചിലേക്കാണ് വരുന്നത്. മാർച്ചിലേക്ക് വരായത് മാർച്ച് പിന്നെ റംസാൻ അങ്ങനത്തെ കുറച്ച് പരിപാടി ഡിവോഷണൽ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ പള്ളി അങ്ങനെ റമദാൻ അങ്ങനെയൊക്കെ. പിന്നെ അതിൽ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാല് ഈ ഇൻസ്റ്റയിലും റീലൊക്കെ കണ്ടിട്ട് ഒരു ഓപ്പൺ പ്ലേസിൽ നോമ്പുറക്കാൻ വിചാരിച്ചു. പറഞ്ഞപ്പോ തന്നെ ബാക്കിയുള്ള കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ മര്യാദക്ക് വല്ല ഹോട്ടലാ അവിടെ നമുക്ക് ചെയ്യാൻ വിചാരിച്ചു. ഒരു വേണ്ട നമുക്ക് റീലാക്കണം എസ്തെറ്റിക് ആണ്. മറ്റേ വിജയൊക്കെ ആ ടൈമിന് നോമ്പുറക്കാണ്ട് പോയിട്ട് തപ്തപത്ത് 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 ആ പാട്ടൊക്കെ ഭയങ്കര റീച്ച് അടിക്കുന്ന ടൈമാണ്. അപ്പൊ വിചാരിച്ചു നമുക്ക് ബീച്ചിൽ തന്നെ പോവാം പൊളിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബീച്ചിൽ ചെന്നപ്പോ എന്താ ഫുള്ള് മഴ. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ മഴ പെയ്ത് കുറച്ചു നേരം മഴയത്ത് നോക്കിന്ന് ഞാൻ നോക്കിയപ്പോ എല്ലാരെയും നോട്ടം എന്റെ മേൽക്കായി. നിന്റെ ഐഡിയയായി പോയി എന്നുള്ള ഒരു രീതിയിലേക്കായി. അങ്ങനെ കുറച്ചു നേരം തന്നെ എനിക്ക് മനസ്സിലായി പണിപ്പാടി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പ്രാർത്ഥന തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ബാങ്ക് വിളിക്കണേന് ഒരു 10 മിനിറ്റ് മുമ്പ് പിന്നെ മഴക്കാരൊക്കെ പയ്യെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കൂടെ ഒരു അസ്ലം ഉണ്ട്. അസ്ലം ചെമ്പും കടയായി അസ്ലവും ടീമും ചെമ്പും കടയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഞാനപ്പോ വിചാരിച്ചു കാറിലേക്ക് എടുത്തേക്കണത്. പക്ഷെ അവൻ പരിപാടി ഉണക്കാന്നുള്ള രീതിയിൽ നമ്മ അവിടെ നിന്ന് നോമ്പ് തുറന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇച്ചിരി അങ്ങനെ ഒരു സംഭവം നടന്ന കാരണം ആ ഒരു നോമ്പ് തുറ ഭയങ്കര ഓർമ്മയായിട്ടിരിക്കണ്. അങ്ങനെ എല്ലാരും കൂടി അവിടെ നിന്ന് നോമ്പ് തുറന്ന് ഫ്രണ്ടിന്റെ സിസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിക്ക് അവിടെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മളെ മാർച്ചിൽ എന്ന് പറഞ്ഞാല് എമ്പുരാനാണ്. എമ്പുരാന് കിട്ടിയൊരു ഹൈപ്പും ഈ അടുത്തൊന്നും മലയാള സിനിമയിലെ വേറെ ഒരു സിനിമക്കും കിട്ടിയിട്ടില്ല എന്നുള്ളു. ഈ എമ്പുരാന് പറയാൻ കാരണം എമ്പുരാന്റെ അമ്മ ഒരു ഡിസൈനർ ഒക്കെ ആയിരുന്നു. അത് വൻ ഹിറ്റ് ആയിരുന്നു. അതിനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഒരുപാട് പേര് വാങ്ങിച്ച് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വരെ ആ ഒരു ഡിസൈൻ കണ്ട് വാങ്ങിച്ച്. പിന്നെ ഒരു ദിവസം എറണാകുളത്ത് കൂടി പാസ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ ഒരാള് എമ്പുരാന്റെ ടീഷർട്ട് ഇടുക. അത് കണ്ടപ്പോ ഒരു മനസ്സിന് ഒരു സന്തോഷം. കാരണം നമ്മുടെ ഒരു ഡിസൈൻ വേറൊരാൾ അത് ഇട്ട് കാണുമ്പോ നമുക്കൊരു ആ ഉള്ളിന്നൊരു ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത്. എന്നുവെച്ചാൽ നമുക്ക് ഒട്ടും അറിയാത്തൊരു സ്ട്രേഞ്ചർ നമ്മൾ ആ ഒരു ടീഷർട്ട് ഇട്ടിട്ട് പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിപ്പോ ഇന്നൊന്നുമില്ല, നമ്മളിപ്പോ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്കത് കാണുമ്പോ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ മാർച്ചില് പിന്നെ വേറെ വെച്ചാല് എമ്പുരാന്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റേ ഗിബിലിയുടെ ട്രെൻഡും കൂടി വന്നത്.
ഗിബിലിയുടെ ട്രെൻഡ് എന്റെ പൊന്നോ. അന്ന് പെരുന്നാള് ഗിബിലി ട്രെൻഡ് ഒക്കെ ആയിട്ട് വൻ വൻ പരിപാടിയായിരുന്നു. വൻ പരിപാടി എന്ന് പറഞ്ഞാല് എല്ലാരും ഗിബിലി അങ്ങടും ഇങ്ങടും നോക്കണൊക്കെ ഗിബിലി. അപ്പൊ നമ്മ അത് മുതലെടുത്ത് നമ്മ പറഞ്ഞു ഗിബിലിയുടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോ ഗിബിലി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അയച്ചു തരാന്നൊക്കെ പറയാം. അങ്ങനെ നമുക്ക് ഗിബിലി ട്രെൻഡ് നമ്മ അത് മാർക്കറ്റ് ചെയ്ത് നമ്മ കുറച്ച് സെയിൽസിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ബ്രദറും കൂടി ഇരിക്കണ ഫോട്ടോ ഒക്കെ അവൻ ചെയ്ത് തന്ന്, അവൻ അയച്ചു തന്ന്. അപ്പൊ അത് ഞാൻ കൊടുത്തപ്പോ ഫ്രണ്ടിന്റെ ബ്രദറിന് ഭയങ്കര സന്തോഷമൊക്കെ, ഇതൊക്കെ ഞാൻ ഓർക്കണ്ടായിരുന്നു. അത് ഇതിലൊരു നല്ലൊരു മൂമെന്റ് ആണ്. പിന്നെ ഏപ്രിൽ ഏപ്രിൽ നമുക്ക് ഉണ്ടായിരുന്ന നമ്മ വിജയുടെ ഒരു ഡിസൈൻ ഇറക്കി. ഇത് വളരെ നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഏപ്രിൽ ഓർമ്മ. ഏപ്രിലിൽ പിന്നെ ഞാനിങ്ങനെ മറ്റേ Day 1 Day 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 21 days ഒരു വീഡിയോ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഞാൻ ജീവിതത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട് ചെയ്തത് അതാണ്. കാരണം എല്ലാ ദിവസവും എന്ത് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ കറക്റ്റ് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ചെയ്യും. ഇതിന്റെ ഇടയിൽ ഞാൻ കാക്കമാരൊപ്പം ഒരു ട്രിപ്പ് കൊണ്ട് ഒരു കാക്കാര് ഇപ്പൊ ഒരാളാന്ന് പറഞ്ഞിട്ട് ഒന്ന് കാക്കാടെ വീട്ടിൽ പോയത്. പിന്നെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രീ ആവണത്. എന്താ വെച്ചാല് കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ കറങ്ങി അവിടുത്തെ ഫുഡ് എല്ലാം കഴിച്ച്, എല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി കഴിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് എല്ലാം കഴിച്ച് തിരിച്ച് 2 ദിവസം കഴിഞ്ഞത്. അങ്ങനെ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറാൻ വേണ്ടി പറ്റി. അത് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വന്ദേ ഭാരത്. വന്ദേ ഭാരത് കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെ എത്തിയതും കൂടി അറിഞ്ഞില്ല. അത്രയും നല്ല ഒരു പരിപാടിയായിരുന്നു. പിന്നെ അന്ന് തന്നെ ഞാൻ 3 ദിവസം വീഡിയോ ഞാൻ കോഴിക്കോട് കാസർഗോഡ് ബേസ് ഒക്കെ ചെയ്താണ് ആ വീഡിയോ ഇട്ടോണ്ടെന്ന് വെച്ചത്. പിന്നെ അങ്ങനെ കുറച്ച് നല്ലൊരു ഓർമ്മകളായിരുന്നു ഏപ്രിലില്. പിന്നെ മെയില് ഉണ്ടാന്ന് വെച്ചാല് മെയില് ഞാൻ ഇപ്പൊ ഇത്രയും നാള് മെയ് വരെ ഞാൻ ശരിക്കും പറഞ്ഞാല് എന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. കൂടുതൽ ഞാൻ റാസ്പേഴ്സ് എന്നുള്ള അക്കൗണ്ട്സ് യൂസ് ചെയ്ത്, ഞാൻ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എനിക്ക് വേറൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതില് അധികം ആളുകളൊന്നും ഇല്ല എന്ന് വെച്ചാൽ അറിയണ ഫ്രണ്ട്സും ഇല്ല, അങ്ങനെ ആരുമില്ല. ഫുള്ള് സ്ട്രേഞ്ചേഴ്സ് എന്നുകൊണ്ട് ഞാൻ അത് മറ്റേ ഒളിവിൽ പോണ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യണേ. അപ്പൊ അതിലായിരുന്നു കൂടുതൽ ഞാൻ എന്ന് വെച്ചാൽ ഈ കാലത്ത് നമുക്ക് ഇൻസ്റ്റയിലാണ്ട് നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ കാര്യങ്ങൾ അറിയണം, ന്യൂസ് എല്ലാ അപ്ഡേറ്റ്സ് അറിയണം ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോ അപ്പൊ അത് കൊണ്ടിട്ട് വേറൊരു ഇൻസ്റ്റാ ഹാൻഡിൽ ഉണ്ട്. അപ്പൊ അതില് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യും. അപ്പൊ അതായത് ഇത്ര ആള് ഞാൻ യൂസ് ചെയ്യണ്ടെന്ന് വെച്ചാൽ. അങ്ങനെ മെയ്യിലൊക്കെ എപ്പോഴേക്കും ഒരു പ്രത്യേക ദിവസം ഒരു മെയ് 23 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ 24-ാം തീയതി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആദ്യത്തെ ഒരു കണ്ടന്റ് ഇട്ടാണ്. അന്ന് മെയില് ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മഴയൊക്കെ തുടങ്ങിയപ്പോ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഒരു കണ്ടന്റ് ആക്കി നിവിൻപോളിയുടെ മറ്റേ തട്ടത്തിമറയത്തിലെ ആ ഒരു റെയിൻകോട്ടിന്റെ സീനൊക്കെ വെച്ചിട്ട് ഒരു കണ്ടന്റ് റെഡിയാക്കി. അങ്ങനെ ആ വീഡിയോ അത്യാവശ്യം റീച്ച് കയറി. കുറെ നാൾക്ക് ശേഷം എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ഉണ്ടാണ് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്ത്. ഞാൻ വിചാരിച്ചു കൊള്ളാലോ പരിപാടി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാനിപ്പോ ഇന്നലെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴേക്കും ഈ മെയ് തൊട്ടിട്ട് ഈ ഡിസംബർ വരെ ഞാൻ 172 വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടാണ് കാണിക്കണത്. അപ്പൊ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് അതിൽ കുറെ വീഡിയോ ഒക്കെ നല്ല റീച്ച് പോയി, കുറെ വീഡിയോ ഒക്കെ നല്ല ഷെയർ പോയി. അങ്ങനെ കുറെ വീഡിയോ നല്ല സെയിൽസ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ആ വീഡിയോസ് ഒക്കെ പോയത്. അങ്ങനെ മെയ് കഴിഞ്ഞ് മെയ് തന്നെ ഏപ്രിൽ IPL RCB ജയിച്ച്. അത് ഈ കൊല്ലത്തെ ഒരു കംബാക്ക് ആണ്. ഈ കൊല്ലം ഫുള്ള് കംബാക്കുകളുടെ കൊല്ലങ്ങളാണ്. അങ്ങനെ IPL ഇതടിച്ച് കപ്പടിച്ച് അതിന് സന്തോഷം. മറ്റേ റിസിന് ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥയൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ല, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടല്ല. അത് കൊടുക്കാൻ വേണ്ടി പോയ കഥ, എത്ര നാൾ വെയിറ്റ് ചെയ്ത കഥ. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ മറ്റേ ഇത് കൊറിയർ ആൻഡി പോയപ്പോ കുൽസു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പറഞ്ഞ വാക്കുകളാണ്. മറ്റേ
ഒരു എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയപ്പോൾ നോ വറീസ്, ഇറ്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞ ഒരു വക ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളിൽ നമ്മ ഓവറായിട്ട് ഇത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഡിപ്രസേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന രണ്ട് വാക്കുകളാണെന്ന് പറയും. ഈ നേരവും കടന്നു പോകുന്നൊക്കെ പറയണ പോലെ സംടൈം ഇറ്റ് ഹാപ്പൻസ്, അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് മൂവ് ഓൺ. അങ്ങനെയല്ലേ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അത് നമ്മളെ പെരുന്നാള് പെരുന്നാള് പിന്നെ ജൂണിൽ എൻ്റെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞാല് ജോസഫ് എന്ന കുട്ടി ജോസിന് ഒരു ടീഷർട്ട് കൊടുക്കാൻ പോയതാണ്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് സ്പീച്ചസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് കോട്ടായിരുന്നു ഡു ദ ബെസ്റ്റ് ആൻഡ് ലീവ് എന്ന് പറഞ്ഞ ഒരു കോട്ട്. അപ്പോ അദ്ദേഹത്തിന് ചില ചില കാര്യങ്ങൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നാറുണ്ട്. അദ്ദേഹം പറയണ കോട്സ് നമുക്കറിയണ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പുള്ളി പറയണ വേറെ നെഗറ്റീവ്സ് എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആകാൻ തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായാലും ഫാദർ മദർ റിലേഷന്റെ കാര്യങ്ങളിലായാലും പുള്ളി പറയുന്ന നെഗറ്റീവ്സ് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹം പിന്നെ അതുകൊണ്ട് പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് 2-3 ഫോട്ടോസിലൊക്കെ ആ ഒരു ടീഷർട്ട് ഇട്ടിട്ട് വന്നേക്കണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്ത് തന്നായിരുന്നു. പിന്നെ ജൂണിൽ പിന്നെ നമ്മുടെ ഐഷുമാക്കി ഷാദി, അതും വൻ പരിപാടിയൊക്കെ ആയിരുന്നു. അത് നമ്മ ഡാൻസ് കളിച്ചൊക്കെ ഒരു മാസത്തെ പ്രാക്ടീസിലൊക്കെ നമ്മ ഡാൻസ് കളിച്ചൊക്കെ കാര്യമൊക്കെ ഓർക്കടേന്ന്. പിന്നെ പിന്നെ നമ്മുടെ കാലം കുറേ വെച്ചിട്ട് മരവിച്ചിട്ടാ. ജൂലൈയില് പിന്നെന്താണ്, ജൂലൈയില് പിന്നെ നമ്മളെ റീൽസ് 2-3 റീൽസ് ഒക്കെ വൈറലായി. അത് അത്യാവശ്യം നല്ല ആൾക്കാരിലേക്ക് എത്തി. പിന്നെ അന്ന് തന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തി. അടുപ്പിച്ച് നമുക്കൊരു 3 ഫോട്ടോഷൂട്ട്സ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ +2 എൻ്റെ ഫ്രണ്ടായിരുന്നു ആതിര. അവര് ഞാൻ വിളിച്ചപ്പോ തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ ഫാദർ, പുള്ളിയുടെ കുറെ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണേന്ന് പുള്ളിയുടെ ഒരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യാൻ ചേച്ചി, താടി ജിമ്മൊക്കെ വെച്ചിട്ട്. അപ്പോ അദ്ദേഹം വന്ന് നമ്മളോട് സഹകരിച്ച് പുള്ളിയുടെ വർക്കിന്റെ ഒക്കെ ഇടയിൽ നിന്നാണ് നമുക്ക് വേണ്ടി വന്നത്, സമയം കണ്ടെത്തിയത്. നമ്മ ഫോട്ടോഷൂട്ട് എടുത്ത് നല്ല അടിപൊളി ഔട്ട്പുട്ടൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ വേറൊരു ഇൻസ്റ്റഗ്രാം വഴി നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയും വന്ന് എല്ലാവരും നമ്മുടെ വർക്കിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടാണ് നമുക്ക് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്ത് പോയത്. പിന്നെ ജൂലൈയിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ട്. അദ്ദേഹം സുഖമില്ലാണ്ടായി കിടക്കണായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടത് ജൂലൈയിലായിരുന്നു. പിന്നെ ജൂലൈയിൽ നമ്മ പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി വന്നു. അനിയന് ഇതേപോലെ അനിയന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴാണ് സ്നൂക്കി എന്ന് പറഞ്ഞ ഒരു പൂച്ചനെ കിട്ടണത്. പൂച്ചയാണ്. നമ്മ പിന്നെ പണ്ട് എൻ്റെ ഒരു ഞങ്ങ നടക്കാണ്ടി പോണ അവിടെ ഒരു വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചയുടെ പേര് സ്നൂക്കി എന്നായിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മ ഈ പൂച്ചക്ക് സ്നൂക്കി എന്ന് പേരിട്ട്. അങ്ങനെ സ്നൂക്കി ഒരു കണ്ണില്ലാത്ത പൂച്ചയായിരുന്നു. ഞാനപ്പോ അതൊക്കെ ഇൻസ്റ്റയിൽ റീലിട്ട് അതൊക്കെ ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. അപ്പൊ ആ പൂച്ച വന്നു വീട്ടില്. ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് പൂച്ചനെ. അപ്പൊ ഉമ്മ പറഞ്ഞു സ്നൂക്കിനെ വേണോ എന്നെ വേണോന്ന് ചോദിച്ചു. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് ചോറുന്നില്ലെങ്കിൽ നമ്മ പട്ടിണി കിടന്ന് മരിക്കുന്ന കാരണം ഞാനപ്പോ തന്നെ നമ്മുടെ അജ്മൽക്കാക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. അജ്മൽക്കാക്ക് കണ്ടപ്പോ തന്നെ പൂച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അജ്മൽക്കാരുടെ സിസ്റ്ററിനും ബ്രദറിനൊക്കെ ഭയങ്കര കാര്യമാണ് പൂച്ച എന്നുള്ള കാര്യങ്ങള്. അവരുടെ വീട്ടിൽ നേരത്തെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതില് അപ്പൊ ഇത് വളർത്തിയ ആൾക്കാർക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അത് അജ്മൽക്കാക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കുറച്ച് വിഷമത്തോടെ. ഇപ്പൊ ആ പൂച്ച വലുതായി നല്ല രീതിക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കും അങ്ങനെ പൂച്ചകളോടൊക്കെ ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ ഒരു വീട്ടില് ഏതെങ്കിലും ഒരാള് ആ പൂച്ചനോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണ്ട്, എന്നാലല്ലേ പൂച്ചക്ക് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ അവരുടെ വീട്ടില് സ്നൂക്കി ഹാപ്പി ആയിട്ട് നടക്കുന്നു. നല്ല സൈസൊക്കെ ജിമ്മിനൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഓഗസ്റ്റിലാണ് മോനെ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിസ്ക് എടുത്ത്. ഓഗസ്റ്റിൽ അമ്മ ഇങ്ങനെ ഇതേപോലെ ഇന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ഓണം എന്തെങ്കിലുമൊക്കെ കളറാക്കാന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മ മറ്റേ ലുലുവിന്റെ ഫ്രണ്ടിലെ പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ കൊല്ലം കളറാക്കാൻ വേണ്ടിയിട്ട്
പ്ലാൻ ചെയ്ത് അസ്ലം ഖാൻ നേതൃത്വം നൽകി. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞ് പുള്ളി പറഞ്ഞു വാടാ നടത്താടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മ ഓണം ജൂനിയേഴ്സും നമ്മളെ ക്ലാസ്സിലുള്ള ആൾക്കാർ കുറച്ച് പേരെയൊക്കെ വെച്ചിട്ട് നമ്മ പനമ്പള്ളി അഗർലി നടക്കൂല. നമ്മുടെ ഫ്രണ്ട്സ് ഇത് തന്നെ പറഞ്ഞാണ് ഡോൺ വാക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യലാത്രേ ഉള്ളൂ, നടക്കാനൊരു സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അത് നടത്തി അടിപൊളിയായിട്ട് നടത്തി. നമ്മ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് ഒരു നല്ലൊരു പരിപാടി എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗെയിംസ് ഒക്കെ വെച്ച് പ്രൈസ് കൊടുത്തിട്ട് അത് കൊല്ലത്തെ ഒരു ബെസ്റ്റ് മൊമെന്റ്. നമ്മ മനസ്സ് വെച്ചാൽ നടക്കാത്ത പരിപാടി ഇല്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് കാണാവുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഓഗസ്റ്റില് ഓഗസ്റ്റിലാണ് മറ്റേ ഷൂട്ട് നടന്നതെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ഇത് ഓഗസ്റ്റിലാണ് ജൂലൈയിലാണ് ഓഗസ്റ്റിലാണ് മറ്റേ ഷൂട്ട്സ് നടന്നതെന്ന് ചെറിയ ഡൗട്ട്. പിന്നെ ഓഗസ്റ്റിൽ പിന്നെ കയാക്കിങ് രണ്ടു മൂന്ന് പ്രാവശ്യം പോയായിരുന്നു. പിന്നെ ഓഗസ്റ്റിലാണ് മമ്മൂക്ക തിരിച്ച് മലയാള സിനിമയിലേക്ക് വന്നത്. അദ്ദേഹം കുറച്ച് വയ്യാനിട്ട് ഇരിക്കുക ആയിരുന്നല്ലോ. പിന്നെ സെപ്റ്റംബർ ഫുള്ള് കല്യാണങ്ങളുടെ വർഷമായിരുന്നു, കല്യാണങ്ങളുടെ മാസം എന്ന് പറഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ ഞാൻ ബിസിനസ്സിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയണ ഇൻസ്പയർ ചെയ്ത അവർക്ക് തന്നെ അറിയാമോ ഇൻസ്പയർ ചെയ്താലും ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത നമ്മുടെ സെൽവ മാഡത്തിന്റെ വെഡിങ് സെപ്റ്റംബറിലായിരുന്നു. പിന്നെ അന്ന് രണ്ടു ദിവസം കൊണ്ടെന്നാ 3 വെഡിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റാസ്ബിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത മിസ്സസ് മിസ്റ്റർ ഷിജ മാഡത്തിന്റെ സിസ്റ്ററിന്റെ മാരേജ് അന്നായിരുന്നു. പിന്നെ കോഴിക്കോടുള്ള ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മാരേജ്. അങ്ങനെ 3 ദിവസം 3 കല്യാണങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതാ 3 കല്യാണം അത്ര ഓർമ്മ. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാമിനൊക്കെ പോയി. പിന്നെ വേറെ സെപ്റ്റംബറിലെ ഓർമ്മ എന്ന് പറഞ്ഞാല് റിസിൻ അന്ന് അന്ന് ഞാൻ പറഞ്ഞ RCB അയച്ച ടൈമിലുള്ള ഓർഡർ നമ്മ സെപ്റ്റംബറിലാണ് ഡെലിവറി ചെയ്തത്. പിന്നെ അതാണ് വേറെ സെപ്റ്റംബറിൽ. പിന്നെ വേറെ നല്ല അങ്ങനെ പരിപാടികളൊന്നും ഇല്ല സെപ്റ്റംബറിൽ. പിന്നെ മറ്റേ മമ്മൂക്കയുടെ 369 ടീഷർട്സ് അത്യാവശ്യം നല്ല സെയിലൊക്കെ വന്നായിരുന്നു കേട്ടോ. സാഹചര്യം മുതലെടുത്തതല്ല, പക്ഷേ കുറച്ച് പേര് മമ്മൂക്ക തിരിച്ചു വന്നപ്പോ അതിന്റെ സന്തോഷത്തിന് കുറച്ചൊരു വാങ്ങിച്ചായിരുന്നു 369 ടീഷർട്സ്. പിന്നെ ഒക്ടോബറിൽ വേറെ സംഭവം എന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ മുന്നത്തെ വർഷം സ്റ്റൈൽ ലോഞ്ച് നമ്മൾ ഇവിടെ ഒരു ഷോറൂമിൽ ഞാൻ വർക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന്റെ ഒപ്പം അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ അവിടുത്തെ ഒരു വൺ ഓഫ് ദ പാർട്ട്ണർ ആണെന്ന് തോന്നുന്നത്, ജാബിർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം ഇതേപോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാന്ന് വെച്ചാൽ. ഞാനപ്പോ വിചാരിച്ച അവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ കണ്ടിട്ടില്ല, കണ്ടന്റിന് നീ സെറ്റ് ആക്കണം എന്നുള്ളൊരു ഇത് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്ത് ചെയ്യും അവിടെ നിന്ന്. അങ്ങനെ വലിയ റീച്ച് ഒന്നായിട്ട് വലിയ എന്ത് വിശ്വസിച്ചാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ മറ്റേ ഈ പഴയ ശ്രീനിവാസനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ ഞാൻ അവിടെ വർക്ക് നടക്കണതിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് അന്ന് അവിടെ മറ്റേ ആൻസി പിന്നെ മറ്റേ വേറെ പയ്യനുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേര് ഒക്കെ വെച്ചിട്ടാണ് നമ്മ ആ ഷൂട്ട് പ്ലാൻ ചെയ്ത്. പിന്നെ അവിടുത്തെ ആ എഡിറ്റ് എല്ലാം നല്ല രീതിക്ക് തന്നെ വന്ന് നല്ലോണം വീഡിയോഗ്രാഫി ഒക്കെ വന്ന് അങ്ങനെ ആ കണ്ടന്റ് നമ്മ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട 1 റീച്ച് ആയിട്ട് അന്ന് ചെറിയൊരു ഒരു ആക്ട് പോലെയൊക്കെ ചെയ്ത് അത് അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആയിരുന്നു. ഞാൻ ആലോചിക്കണത് അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റ് ഞാൻ അവിടെ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തത്. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് 2-3 വീഡിയോസ് ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു. വൈപ്പിൽ നമ്മുടെ അതുൽ വിനയ എന്ന് പറഞ്ഞാൽ എന്റെ ആശാനാണ് എഡിറ്റിങ്ങിലും പരിപാടിയിലൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ വിളിച്ചിട്ട് ഞാൻ 2-3 വീഡിയോസ് ഒക്കെ വൈപ്പിൽ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് കലൂർ സ്റ്റേഡിയത്തിൽ വന്നിക്കായിരുന്നു അവിടെ. അങ്ങനെ ഒരു 3 യൂണിവേഴ്സായി മറ്റേ വൈപ്പിൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വിനയൻ, റോക്കി, സച്ചിൻ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു യൂണിവേഴ്സ്. പിന്നെ കലൂർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അസ്ലം, ആഷിഖ് അങ്ങനെ കുറച്ച് ടീമുകൾ ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സ്. പിന്നെ വൈപ്പിൻ പിന്നെ വൈറ്റിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാല് അരുൺ സുരേന്ദ്രൻ, അജ്മൽ എന്നുള്ള ടീംസ് ഒക്കെ ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സ്. പിന്നെ നമുക്ക് ഓൾറെഡി കൊച്ചി യൂണിവേഴ്സ് ഉണ്ടായിരുന്നു, അത് ഫീൽഡിൽ വന്നപ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോയി. അങ്ങനെ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു.
ബാംഗ്ലൂരിൽ നിന്നൊരു വർക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഓർമ്മയായിരുന്നു. കുറച്ച് നല്ല കണക്ഷൻസ് ഒക്കെ കിട്ടി. ഇപ്പൊ ഇതിൽ കുറച്ച് ട്രാവലിംഗ് വന്നു. ട്രാവലിംഗിൽ കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ ഇപ്രാവശ്യം ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞ ഒരു കോൺക്ലേവിന്റെ കാര്യത്തിൽ ആ കോൺക്ലേവിൽ പോയിട്ട് ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടായിരുന്നു. ഈ ഡിജിറ്റൽ കോൺക്ലേവ് പോലത്തെ ഒരു ഗെയിം സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് മോട്ടിവേഷൻസ് ഒക്കെ തന്നായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒക്ടോബറിലൊക്കെ ഇങ്ങനെ കുറച്ച് കൊളാപ്സ് ഒക്കെ ചെയ്ത് നവംബർ ആയപ്പോ ഞാൻ ഒന്ന് നവംബർ ആയപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നോക്കിയത്. ചില വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഫ്രണ്ട്സ് നിനക്കൊന്നും വേറെ പണിയില്ല, വേറെ വല്ല പണിക്കോളെ എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി. പിന്നെ റാസ്പിഡ് നമ്മുടെ വെബ്സൈറ്റിൽ കുറച്ച് ക്രാഷസ് വന്നു. സോർട്ട് ഔട്ട് ഫുൾ ആയിട്ടില്ല. അപ്പൊ അത് പയ്യെ റെഡി ആകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓപ്പറേഷൻസ് കുറച്ച് പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇൻഷാല്ലാ 2026 കുറച്ച് വലിയ ബിഗ് ഡ്രീംസ് ഒക്കെ ആയിട്ട് നമ്മ റാസ്ബി പിന്നെ വരും. പിന്നെ ഡിസംബറിൽ നമ്മ പിന്നെ നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ഒരു ട്രിപ്പൊക്കെ ട്രിപ്പ് എന്നല്ല ബാംഗ്ലൂർ പോയ കാര്യം. ബാംഗ്ലൂർ പോയി അവിടെ 2-3 ദിവസം ഒരു നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് കുറച്ച് ഫുഡുകൾ കഴിച്ച് അങ്ങനെ കുറച്ച് നല്ല ഓർമ്മകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് തണുപ്പും ചെലവും സഹിക്കാൻ പറ്റാണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ ഇപ്പൊ ഡിസംബർ കൊച്ചിയിൽ പോണ സ്പീഡ് എന്ന് പറഞ്ഞാൽ 180-250 സ്പീഡിലേക്കാണ് ഡിസംബർ കൊച്ചിയിൽ പോണത്. കാരണം ബിനാലെ അങ്ങനെ ഒരുപാട് പരിപാടികൾ. പിന്നെ ഡിസംബറിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഡിസംബറിൽ അങ്ങനെ പറയത്തക്ക ഓർമ്മകളായിട്ട് ഒന്നുമില്ല. കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് കുറച്ച് പുതിയ കണക്ഷൻസ് ഒക്കെ കിട്ടി. അങ്ങനെ കുറച്ച് ഓർമ്മകളാണ് ഡിസംബറിലുള്ളത്. വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അങ്ങനെ ഡിസംബർ ഇപ്പൊ തീരാറായി. ഡിസംബർ തീരാറായപ്പോ ഞാൻ കുറച്ചാളായി ഈ ഒരു റാപ്പപ്പ് വീഡിയോ പ്ലാൻ ചെയ്യണേ. പിന്നെ വലിയ കണ്ടന്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിശിപ്പിക്കാന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത കൊല്ലം ഇതേപോലത്തെ കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുക. പിന്നെ കംബാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ന്യൂപോളിന്റെ കംബാക്ക്, നമ്മുടെ ലാലറ്റിന്റെ കംബാക്ക്, അങ്ങനെ കുറച്ച് കംബാക്കുകളാണ്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കംബാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ കംബാക്ക് എടുത്തിരുന്നിട്ടാ. കാരണം ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് അത്യാവശ്യം നല്ല വീഡിയോസും പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് പേര് നമ്മളെ അറിയുന്ന രീതിയിലേക്ക് ഇന്നിപ്പോ കുറച്ചേരം അറിയുള്ളൂ. നാളെ ഇനിയിപ്പോ അടുത്ത റാപ്പ് വീഡിയോ ചെയ്യാനത് ചിലപ്പോ വല്ല ഏതെങ്കിലും പുറത്തേതെങ്കിലും ഒരു രാജ്യത്താവട്ടെ എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. വർക്കിനല്ല കേട്ടാ, വർക്കിന് എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം. നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വീട്ടുകാരെ എല്ലാരെയും ഇവിടെ തന്നെ നിർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കണത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഡ്രീം. നമ്മ നാട്ടില് അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താവേണ്ടെന്ന് അതെന്റെ ഒരു തോട്ടാണ് ട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല, എല്ലാവരും സാഹചര്യം സമ്മതിക്കണമെന്നില്ല. എന്റെ സാഹചര്യം സമ്മതിച്ചിട്ടല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വാശിയിൽ നിൽക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് രക്ഷപ്പെടണം, ക്ലിക്ക് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ റെഡി ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കൊല്ലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഡിസംബറിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഇപ്പോഴുള്ള കംബാക്ക് തന്നെയാണ്. പിന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇതിനകത്തൊരു ഞാന് ഒരു മറ്റേ വിജയുടെ അവസാനത്തെ ഇതാണല്ലോ, അത് ഒരു സങ്കടം പിടിപ്പിക്കണം എന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അദ്ദേഹം ഇപ്പൊ കരിയർ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മറ്റേ നേരത്തെ ഷൂട്ടിന് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആതിര, അവള് പറഞ്ഞായിരുന്നു ഡാൻസിന്റെ വീഡിയോ ഷെയർ ചെയ്തത് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ സമാധാനത്തിലുള്ള സന്തോഷ് ട്രോഫി അവൾക്കാണ്. കാരണം ഒരുപാട് നേരം നിന്നിട്ട് അവൾക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് മടൽ വെട്ടി അടിക്കാൻ തന്നെ എനിക്ക് തന്നെ മടൽ വെട്ടി അടിക്കാൻ തോന്നി. അപ്പൊ അതൊക്കെ കളിച്ച് അത് ഇൻസ്റ്റയിലിട്ട് അത്യാവശ്യം നല്ല ഊക്കുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിത്തേച്ചാ ഇനിയും മിനുങ്ങും. അടുത്തതിന് വേറെ ഏതെങ്കിലും ഒരു കിടലൻ ഡാൻസ് കളിച്ച് ഫീൽഡ് ഔട്ട് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പൊ ഇന്ന് പപ്പാനെ കത്തിക്കുന്ന ദിവസമാണ്. ഫോട്ടോസ് നല്ല തിരക്ക് ഉണ്ട്. പോയിട്ട് കാണണം. എനിക്ക് ഇപ്പൊ കുറച്ചാളായിരുന്നാല് പപ്പാനിനെ കത്തിച്ചാൽ എനിക്ക് ന്യൂ ഇയർ ആവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് തന്നെ ഉള്ളൂ.
കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം പപ്പായനെ കത്തിക്കാതെ കൊണ്ടിട്ട് എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു ഫീലിംഗ് കിട്ടിയില്ല ന്യൂ ഇയർ ആന്നുള്ളത്. പിന്നെ അവിടെ റോട്ടിൽ നിന്ന് രണ്ടു മൂന്ന് ടീമുകള് മറ്റേ വേറെ പപ്പായനെ കത്തിക്കാണ്ടപ്പോഴാണ് ന്യൂ ഇയർ ആന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. അപ്പോ ഈ കൊല്ലം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പപ്പായനെ കത്തിക്കണ കാണാൻ വേണ്ടി പോവാന്ന്. നടക്കോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അടുത്ത റാപ്പപ്പ് വീഡിയോ ആയിട്ട് അടുത്ത കൊല്ലം കാണാം.